എന്നെ സംബന്ധിച്ച് വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയുടെ തിരുനാളെന്ന് പറയുന്നത് നല്ല ഓർമ്മകളാണ്. എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറെ പ്രധാനപ്പെട്ട ഓർമ്മയെന്ന് പറയുന്നത് പ്രദക്ഷിണം തന്നെയാണ്. ഈ പ്രദക്ഷിണം അത് ഞാൻ യൗവനത്തിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പ്രായകാലം എത്തുന്ന സമയം വരെയൊക്കെയും എൻ്റെ ഓർമ്മയിൽ പ്രദക്ഷിണം ഒരു മതസൗഹാർദ്ദ യാത്രയായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. ഏറെ പ്രത്യേകിച്ച് നമ്മൾ 4 തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് പ്രധാനമായിട്ടും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ അന്തോനീസ്, പിന്നെ നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ, 4 തിരുസ്വരൂപങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പ്രദക്ഷിണത്തിന് നമ്മൾ വഹിക്കുന്നത്. അപ്പോൾ ഈ 4 തിരുസ്വരൂപങ്ങളും മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി താഴ്ത്തിയിറക്കി അവരുടെ ബഹുമാനം സ്വീകരിച്ചതിന് ശേഷമാണ് നമ്മൾ 3-4 സ്ഥലങ്ങളിൽ നമ്മൾ ഈ പ്രദക്ഷിണം മുന്നോട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ച് അത് വലിയ ആ ദേശത്തിന് നൽകുന്ന ആ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മൾക്ക് നൽകുന്ന ആ ഒരു സ്വീകരണമാണ്. അപ്പോൾ ഇതാണ് ഏറെ പ്രധാനമായിട്ടും എൻ്റെ ജീവിതത്തിൽ റിഫ്ലക്റ്റായിട്ട് കിടക്കുന്ന ഒരു വിഷയം. ഈ പ്രദക്ഷിണ യാത്രയിൽ ഏറെ പ്രധാനമായിട്ടും എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു വിശുദ്ധനെന്ന് പറയുന്നത് വിശുദ്ധ സെബസ്ത്യാനോസാണ്. അദ്ദേഹത്തിന് നമ്മുടെ മാതാപിതാക്കൾ വിശേഷിപ്പിക്കുന്നത് പഞ്ഞം പട വസന്ത നീക്കുന്ന വിശുദ്ധനായിട്ടാണ്. അതായത് പഞ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ പട്ടിണിയുടെ കാലത്ത് ഈ വിശുദ്ധനോട് മധ്യസ്ഥം യാചിക്കാറുണ്ട്. ഈ പട എന്ന് പറയുന്നത് നമ്മളുടെ ശത്രുക്കളിൽ നിന്നും അല്ലെങ്കിൽ പണ്ട് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണത്തിൽ മധ്യസ്ഥം വഹിക്കുവാൻ ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം തേടാറുണ്ട്. പിന്നെ വസന്ത എന്ന് പറയുന്നത് നമ്മൾ ഈ മഹാമാരികൾ പോലത്തെ രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ വിശുദ്ധനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിശുദ്ധനെ ഏറെ വ്യക്തികൾ ബഹുമാനിക്കുന്നത് നാരങ്ങ കൊണ്ട് മാലയുണ്ടാക്കി അദ്ദേഹത്തിനെ ആദരിക്കുന്നതാണ്. പിന്നെ വെറ്റില വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ ഏറെ ആകർഷിച്ച ഈ വിശുദ്ധനോടുള്ള ഭക്തി.